നിങ്ങളുടെ ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി മാറ്റിവെക്കാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ അല്ലെങ്കിൽ ഫോൺ അഡിക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിത്തരാം. ഹൗ മെനി ടൈംസ് ഹാസ് ഇറ്റ് ഹാപ്പൻ ടു യു ദാറ്റ് ഇറ്റ്സ് 3 in the night and you are staring at your phone and you wanted to fall asleep at 10 or 12 and now you're gonna be late for tomorrow's classes, college or life in general? നിങ്ങൾക്കറിയോ, ഈ ഒരു ഫോൺ അഡിക്ഷൻ നമ്മളുടെ ലൈഫിനെ സ്ലോലി ആയിട്ട് അത് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഇടയിലുള്ള മെജോറിറ്റി ഓഫ് ആളുകൾ എൻഡ്ലെസ് ആയിട്ട് ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സമയം വേസ്റ്റ് ചെയ്ത് അവസാനം ഡേ കഴിയുമ്പോൾ ഒരു ഗിൽട്ട് ഫീൽ ചെയ്തിട്ട് ഇരിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് മെജോറിറ്റി ഓഫ് ആൾക്കാർ. ഈ ഞാൻ തന്നെ ഒരു നീറ്റ് 12th ഒക്കെ ടൈമിൽ ഇങ്ങനെ ഒത്തിരി സ്ക്രോൾ ചെയ്ത് എക്സാം ആണെന്ന് പോലും ഓർക്കാതെ സ്ക്രോൾ ചെയ്ത് ഇരുന്ന് ടൈം വേസ്റ്റ് ചെയ്ത് കളയുമായിരുന്നു. ലൈഫിനൊരു എയിം ഇല്ല, ആംബീഷ്യസ് അല്ല, ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പോലും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാറില്ലായിരുന്നു. ഇപ്പം എക്സാംസിനൊക്കെ ഫോൺ അടുത്ത് വെക്കുമല്ലോ. അപ്പം അടുത്ത് വെക്കുമ്പോൾ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ, എന്തെങ്കിലും ഒരു ബീപ്പ് സൗണ്ട് കേട്ടാൽ ഉടനെ പോയി ഫോൺ എടുത്ത് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാനാണ് എടുക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു റീസൺ പറഞ്ഞ് എടുത്താലും ഫുൾ സ്ക്രോളിങ് ഇൻസ്റ്റ അല്ലെങ്കിൽ യൂട്യൂബിൽ റീൽസും ഷോർട്സും കണ്ട് ചുമ്മാ സമയം വേസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഫുൾ ബാക്കിലോട്ട് പോവുകയാണ്. സ്കൂളിലൊക്കെ മാർക്സ് ഇല്ല. ഇതിനെല്ലാം നമുക്കൊരു സൊല്യൂഷൻ വേണമല്ലോ. പിന്നെ ഇൻസ്റ്റയ്ക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്കി. അതിനൊക്കെ ഒരു രസമായിരുന്നു. ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ യൂട്യൂബിൽ പോയി ഷോർട്സ് കാണും. നല്ല സുഖമായിട്ട് യൂട്യൂബിൽ പോയി ഷോർട്സ് കണ്ട് നല്ല ഫ്രീ അല്ലേ ഇത്. ഒരു ഹാർഡ് വർക്ക് നമുക്ക് ഇതിലില്ലല്ലോ. എന്താണോ ഷോർട്സിൽ പറഞ്ഞത് അതൊക്കെ കണ്ട് നല്ല സൂയിച്ചിരിക്കുക. നല്ല രസമല്ലേ? ഹാർഡ് വർക്ക് ഇല്ലാത്ത കാര്യങ്ങളും കൺസിസ്റ്റൻസി ഒന്നും അതിന് വേണ്ടല്ലോ. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ഈ ഒരു അഡിക്ഷൻ ഞാൻ ഓവർകം ചെയ്തു, എന്ത് ചെയ്തിട്ടാ ഞാൻ ഈ ഒരു അഡിക്ഷൻ മാറ്റിയെടുത്തെന്നാ പറയാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാൻ ഇങ്ങനെ കുറെ വീഡിയോസ് യൂട്യൂബിൽ നോക്കുമായിരുന്നു. അതിൽ നിന്ന് ഒരു വീഡിയോ, ദ പെർഫെക്റ്റ് 6 AM മോർണിംഗ് റൂട്ടീൻ ബൈ ഹംസ, ആ ഒരു വീഡിയോ ജെന്യുവിൻലി ചേഞ്ച് മൈ ലൈഫ്. ആ ഒരു വീഡിയോ എന്നാണ് എനിക്ക് ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് മനസ്സിലായത്. അത് എത്ര ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണെന്ന് മനസ്സിലായത്. ഇഫ് യു വിൻ ദ മോർണിംഗ് യു വിൻ ദ ഡേ. അങ്ങനെയാണ്. ഒരു ചെറിയൊരു മോർണിംഗ് റുട്ടീൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ബാക്കി ദിവസം അതിൻ്റെ പിറകെ വന്നോളും. ഇപ്പം നമ്മൾ മോർണിംഗിൽ എണിച്ച് തന്നെ ഫോൺ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങി. അപ്പം പിന്നെ ഫുൾ ഡേ നമ്മൾ അതേ ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. രാവിലെ എണിച്ച് ബ്രഷ് ചെയ്ത് ഒരു യോഗയൊക്കെ ചെയ്ത് ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒരു പഠിക്കാനൊക്കെ പോയാൽ നമുക്ക് ആ ദിവസം ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. സ്ക്രോളിംഗിന്റെ ടെംപ്റ്റേഷൻ നമുക്ക് അത്ര വരത്തില്ല. എനിക്ക് നല്ലപോലെ വർക്കായിട്ടുള്ള കാര്യമാണ് ഈ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. എനിക്ക് വർക്കാവുമെങ്കിൽ നിങ്ങൾക്കും ഡെഫിനറ്റ്ലി അത് വർക്കാവും. പക്ഷെ അതിനൊക്കെ ഒരു മനസ്സ് വേണം. എനിക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരണം, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് എന്റെ ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകണം. അടുത്തൊരു കാര്യം എനിക്ക് വർക്കായതെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് വിത്ത് റൂൾസ്. അതായത് നമ്മൾ ബെഡിൽ പോണ ടൈമിലും ബെഡിൽ നിന്ന് എണിച്ച് വരുന്ന, ബെഡിൽ നിന്ന് ഉറക്കം എണിക്കുന്ന ടൈമും 30 minutes വരെ നമ്മൾ മൊബൈൽ ടച്ച് ചെയ്യാനേ പാടില്ല. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് തോന്നും, നമ്മൾ വലിയ എന്തോ കാര്യം ചെയ്യാണ്. അപ്പം നമുക്ക് ആ കാര്യം നാളത്തെ ദിവസവും ഫോളോ ചെയ്യാൻ തോന്നും. This is not super difficult to enforce, but this will definitely help you break out of the impulsive cycle of phone checking. പിന്നെ ആപ്സ് എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഓഫ് ചെയ്തിട്ടോണം. കാരണം എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ എന്തായാലും ഫോൺ എടുത്തിരിക്കും. പിന്നെ എടുത്താൽ അറിയാലോ, ഷോർട്സ് ഒക്കെ കണ്ട് സമയം പോകും. പിന്നെ നമ്മളിപ്പോൾ ഇപ്പൊ പഠിക്കാൻ എന്തെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ആ റൂമിൽ ഫോൺ വെക്കാതെ തന്നെ ഇരിക്കാം. നമുക്ക് അങ്ങനെ വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഫോൺ വെച്ച് ചെയ്യാൻ. നമ്മളുടെ ഒരു സ്റ്റഡി ടൈമിൽ നമ്മൾ എത്രമാത്രം ഫോൺ ദൂരെ വെക്കും അത്രമാത്രം കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. റീപ്ലേസ് ദ ഡോപ്പമിൻ ഫ്രം ചെക്കിംഗ് യുവർ ഫോൺ വിത്ത് സംതിങ് എൽസ്. അതായത് ഇപ്പൊ ഫോൺ നമ്മൾ ചുമ്മാ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് സന്തോഷം കിട്ടും. പക്ഷെ നമ്മുടെ ലൈഫ് അത് മുന്നോട്ട് കൊണ്ടുപോകും ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് സന്തോഷവും കിട്ടണം, നമ്മുടെ ലൈഫ് മുന്നോട്ടും പോകണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. മൊബൈൽ അല്ലാതെ നമ്മൾ വെളിയിൽ പോയി ഒരു വാക്ക്, പിന്നെ നമ്മുടെ ലവ്ഡ് വൺസ് ആയിട്ട് സംസാരിക്കുക, ബാഡ്മിന്റൺ കളിക്കുക, ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാണ് ഞാൻ എൻ്റെ ലൈഫ് മാറ്റിയെടുത്തത്. നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല, ടൈം എടുക്കും. പക്ഷെ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡിൽ വന്നതിന് ശേഷം ഫോണൊക്കെ ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാറേ ഇല്ല. എനിക്ക് എൻ്റെ ലൈഫ് ഇത്രയും ചേഞ്ച് ചെയ്യാമെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫ് സൂപ്പർ ആയിട്ട് ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. See you tomorrow. Bye bye.